ഹലോ ഫ്ലൈവിലേഴ്സ്, ഓണമെല്ലാം ഭംഗിയായെന്ന് കരുതുന്നു. ഓണത്തിൻ്റെ നമ്മൾ എക്സ്ക്ലൂസീവ് എപ്പിസോഡ്സ് കണ്ടെന്ന് കരുതുന്നു. 3 എക്സൈറ്റിംഗ് ആയിട്ടുള്ള വണ്ടികളെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വണ്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പം ഇറങ്ങി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു പുതിയ വണ്ടിയാണ് പുതിയ ഹ്യുണ്ടായി അൽക്കസാർ. ഇതിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ഉദയപൂരിൽ ഇതിൻ്റെ നാഷണൽ മീഡിയ ഡ്രൈവ് നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞാൽ ടാറ്റ കർവിന് കൊണ്ടുവന്ന അതേ ലൊക്കേഷനിലപ്പോൾ ഉള്ള ഈ ലേക്കെല്ലാം നമുക്ക് കണ്ട് പരിചിതമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് നമുക്കിന്ന് ഡ്രൈവ് തുടങ്ങുകയാണ്. നമ്മൾ ഡ്രൈവിൻ്റെ ആസ്പെക്റ്റ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നുണ്ടാവുക, കാരണം ഞാൻ ഫസ്റ്റ് ലുക്ക് കൊണ്ടുവന്ന എങ്കിലും നമ്മൾ ഡിസൈനും നമ്മുടെ അതുപോലെ തന്നെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ഒപ്പീനിയനെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവ് എക്സ്പീരിയൻസും ഇതിൽ വന്നിരിക്കുന്ന പുതുതായി വന്ന ഫീച്ചേഴ്സും നോക്കാം. അപ്പോൾ ഇന്നത്തെ പുതിയ അൽക്കസാറിനെ കുറിച്ച് നോക്കാം. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. നമുക്കറിയാം അൽക്കസാർ എന്ന് പറഞ്ഞാൽ ഒരു 7 സീറ്റർ അല്ലെങ്കിൽ 6 സീറ്റർ ആയിട്ട് വന്നിരിക്കുന്ന ക്രെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ ക്രെറ്റയ്ക്ക് ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ തന്നെ അൽക്കസാറിനും ഫേസ് ലിഫ്റ്റ് വരണം. ക്രെറ്റയ്ക്ക് വന്ന അതേപോലെ എല്ലാ ഫേസ് ലിഫ്റ്റിലുള്ള കുറച്ച് മാറ്റങ്ങളുണ്ട്. അൽക്കസാറിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കുറേ കൂടിയും എനിക്ക് തോന്നുന്നു ഇവരുടെ ഗ്ലോബൽ മോഡൽസിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് ആണ്. സാന്റാഫെ അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സ്റ്ററിൽ എല്ലാം കണ്ട കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ മെയിൻലി നിൽക്കുന്ന ഫേസിൽ വന്നിരിക്കുന്ന ഒരു കണക്റ്റഡ് ലൈറ്റാണ്. ആ കണക്റ്റഡ് ലൈറ്റ് തന്നെ DR ലൈറ്റ് നിൽക്കും. അതിന് തന്നെ എച്ച് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഇൻഡിക്കേറ്ററും വരും. ഈ എച്ച് പാറ്റേൺ ഹ്യുണ്ടായുടെ ഒരു ലോഗോ ആണ്, ഹ്യുണ്ടായുടെ ഒരു എലമെൻ്റായി നിൽക്കുന്നതാണ്. സാന്റാഫെയിൽ ശരിക്കും പ്രോമിനൻ്റ് ആയി നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ലെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഫേസ് ഫുള്ളും എൻഗേജ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഫേസ് ലിഫ്റ്റ്. ഇവിടെയാണ് സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഇവിടുന്ന് തുടങ്ങുന്ന ഒരു ഡാർക്ക് റൂം എലമെൻ്റ് ഉണ്ട്. ഗ്രില്ലിൽ തന്നെ നമുക്ക് മെഷ് കാണാം, വലിയ മെഷായിട്ടാണ് നിൽക്കുന്നത്. ഇത് വന്നിരിക്കുന്ന ഒരു ക്രെറ്റ ലൈനിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സാണ്. കുറച്ചൊരു സ്പോട്ടിയായി നിൽക്കുന്ന ഒരു സിൽവർ ക്ലാഡിങ്ങോട് കൂടിയുന്ന ബമ്പർ. അതിൽ നമുക്ക് എയർ വെൻറ്റ് കാണാം. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പും വന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരു ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു കുറച്ചുകൂടി ഒരു മാസീവ് പ്രസൻസ്, കുറച്ചുകൂടി വലിയൊരു വണ്ടീൻ്റെ ഫീലുണ്ട്. ഹുഡിൽ വന്നിരിക്കുന്ന ലൈൻ എല്ലാം കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ചേഞ്ച് ശരിക്കും നല്ലൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. സാധാരണ ഒരു ഫേസ് ലിഫ്റ്റ് പോലെയല്ല, കുറച്ചുകൂടി ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ തോന്നിക്കുന്ന രീതിയിലുള്ള എനിക്ക് ഇത് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടതിന് മുമ്പത്തേക്കാളും ക്രെറ്റയിലും ആ ഡിഫറൻസ് ഞാൻ ശരിക്കും പുതിയത് വന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ എലമെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയുള്ള കമൻറ്റിൽ പറയാം. സൈഡ് പ്രൊഫൈലിൽ ഡിസൈനിൽ വലിയ മാറ്റമൊന്നും വന്നില്ല, സെയിം ഡിസൈൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഒന്ന് അലോയ് വീലാണ്. അലോയ് വീൽ എനിക്ക് തോന്നുന്നു പഴയതായിരുന്നു കുറച്ചുകൂടി ബെറ്ററായി തോന്നുന്നു. പുതിയത് കുറച്ചുകൂടി ലൈറ്റർ സ്പോക്കും അതുപോലെ തന്നെ ഡയമണ്ട് കട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പഴയതിൻ്റെ ഒരു സ്പോട്ടി ക്യാരക്ടർ കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു കളറിൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതൊരു ഡാർക്ക് എമറാൾഡ് ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വീലാച്ച് വന്നതും ആ എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇതിലത്ര കാണുന്നില്ല. റിയറിൽ നിൽക്കുന്നുണ്ട്. അത് ഗ്ലോസി ഫിനിഷിലാവുന്ന അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ നല്ല സ്റ്റോൺ ചിപ്പും കാര്യമെല്ലാം വരുമ്പോൾ പെട്ടെന്ന് അത് സ്ക്രാച്ചെല്ലാം വരും. അത് റഫ് ഫിനിഷാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറില്ല. എന്തായാലും അതാണ് അടുത്ത് വന്നിരിക്കുന്ന ചേഞ്ച്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് ഈ റൂഫ് റെയിലാണ്. റൂഫ് റെയിൽ ശരിക്കും ബോൾഡായിട്ട് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയുള്ള റൂഫ് റെയിലാണ്. നമുക്ക് വല്ല കാരിയറോ അല്ലെങ്കിൽ വല്ല ക്യാമ്പിങ് എക്യുപ്മെൻറ്റ്സിൽ വെക്കണമെങ്കിൽ പറ്റും, അതിന് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് വലിയൊരു പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഡുവൽ ടോൺ കളേഴ്സ് വരുന്നുണ്ട്. അതടക്കം 7 കളേഴ്സ് ഉണ്ട്. അതിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് ഈ ഒരു ഗ്രീൻ. അതിൻ്റെ പുറമെ ഒരു മാറ്റ് ഗ്രേ ഉണ്ട്. അതിന് ബാക്കിയുള്ള കളേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. എന്തായാലും ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലോങ് ടേം ഒരു ക്രെറ്റയിലുള്ള കളറാണ്. ഗ്രീൻ എന്നുള്ള ഒരു കളറിൻ്റെ ചെറിയ എലമെൻറ്റ്സ് എല്ലാം ചില മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര രസം തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു എലമെൻറ്റാണ് ഇതിലുള്ളത്. ഡുവൽ ടോണും സിംഗിൾ ടോൺ ആയിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മാറ്റ് ഫിനിഷും ഗ്രീൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ അടുത്തുള്ള ഇപ്പം ഗ്ലോസിയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്. റിയറിൽ വരുമ്പോഴും നമുക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വ്യക്തമായിട്ട് കാണാം. നല്ലൊരു ചേഞ്ചാണുള്ളത്. അതും നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ഈ കണക്ട് ചെയ്ത് നിൽക്കുന്ന ലൈറ്റ് ബാറാണ്. അതിലും തന്നെ എച്ച് പാറ്റേണാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എച്ച് എലമെൻറ്റ് കാണാം. അതും തന്നെ ഇത് ഗ്ലാസിനുള്ളിലാണ് ഈ അൽക്കസാറിൻ്റെ ലോഗോയിൽ വന്നിട്ടുള്ളത്. കുറച്ചുകൂടി പ്രീമിയം ഇപ്പോഴത്തെ ഒരു ഇലക്ട്രിക് കാറിൽ തന്നെ കാണുന്ന ഫീലാണ്. അതും തന്നെ നല്ലൊരു രസമുണ്ട്. പിന്നെ ഈ ഒരു എലമെൻറ്റ് കണ്ടിരിക്കുന്ന ഈ ഒരു സിൽവർ ബാറിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് അതും അട്രാക്റ്റീവാണ്. ബമ്പറിലാണെങ്കിലും ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സ്പോട്ടി ക്യാരക്ടറുള്ള
ബമ്പറാണ്. അതും ഒരു എൻലൈൻ എലമെൻറ്റ് പോലെയുള്ളത്, വിച്ച് ഇസ് ലുക്കിംഗ് ഗുഡ്. ഒരു സ്പോട്ടി ക്യാരക്ടറുണ്ട് ആ സിൽവർ ലൈനിൽ കൊടുത്ത്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തതും ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് സിഗ്നേച്ചർ എന്ന ടോപ്പ് ആൻഡ് എഡിഷനാണ്. അതിൻ്റെ ലോഗോ കാണാം. ഇവിടെ ഒരു റിയർ സ്പോയിലർ വന്നിട്ടുണ്ട്, അതിൽ തന്നെ ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റന വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പുതിയ ലോഗോവും നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 3rd റോ ഫോൾഡ് ചെയ്തിട്ടുള്ള സ്പേസാണ്. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ്, അത്യാവശ്യം നല്ല സാധനം വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ക്യാബിൻ സൈസ് ബാഗ് വെച്ചിട്ടുണ്ട്, ഒരു കുട വെച്ചിട്ടുണ്ട്. ഈ ഒരു വീതി നമുക്ക് മനസ്സിലാക്കാം. കുട ഇങ്ങനെയും വെക്കാൻ പറ്റും സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിൽ തന്നെ ഇവരുടെ ടൂൾ കിറ്റ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു എലമെൻറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും അത് വെക്കുന്നുണ്ട്. കൂടുതൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെക്കാൻ സ്പേസ് അവിടെ കാണുന്നില്ല. പിന്നെ ഈ ഒരു സീറ്റ് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം 180 ലിറ്ററിൻ്റെ സ്പേസ് ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ സീറ്റ് ഉപയോഗിക്കുന്ന എത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞുള്ള സാധനം കൊണ്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. ഇനി 2nd റോ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് ബെഞ്ച് സീറ്റ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ സ്പേസും കൂടും. ഇതിരിക്കുന്ന നമുക്ക് 6 സീറ്റർ ആയതുകൊണ്ട് തന്നെ 2nd റോ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന സ്പേസ്. അൽക്കസാറിൽ വന്നിരിക്കുന്ന ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ ആണ്. ഒരു ടാൻ കളറും ബ്ലാക്കും മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയർ കളറാണ്. അതിൻ്റെ കൂടെ തന്നെ ബ്രഷ്ഡ് അലൂമിനിയം, അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് എല്ലാം കൂടുമ്പോൾ കുറച്ചൊരു പ്രീമിയം ടച്ചും ഫീലെല്ലാം കിട്ടുന്നുണ്ട്. ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പ്രീമിയംനെസ്സും ഉണ്ട്. അപ്പം ബേജിനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളറായിട്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് ഷെയർ ചെയ്യാം. എന്തായാലും ഈ ഒരു ഡാഷ്ബോർഡ് നമുക്കിപ്പം കണ്ട് പരിചിതമായിട്ടുള്ളത് പുതിയ ക്രെറ്റയിലാണ്. അതുപോലെ കർവ് ലീനിയർ ആയിട്ടുള്ള ഒരു ഡുവൽ സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കുറച്ച് ഡ്രൈവർ സെൻട്രിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും മീറ്ററും എല്ലാം തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിൻ്റെ ഉപയോഗം നമ്മളിപ്പോൾ ശരിക്കും അറിയാറുണ്ട്. ശരിക്കും നല്ലൊരു റിഫ്ലക്ഷനെല്ലാം കുറഞ്ഞിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ഗ്രാഫിക്സ് എല്ലാം എടുത്ത് നിൽക്കുന്ന ഫീലുള്ളത്. നമ്മളിപ്പോൾ ലോങ് ടേമർ ക്രെറ്റയിൽ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ക്ലൈമറ്റ് കൺട്രോളും ഫുള്ള് ടച്ച് ഫങ്ഷനിലാണ് വന്നിരിക്കുന്നത്. 2 ബട്ടൺസാണ് മെയിൻലി ഉള്ളത്. ടെമ്പറേച്ചർ 2 സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ വന്നിരിക്കുന്ന 2 നോബാണ്. ഒന്ന് റേഡിയോ ട്യൂണിങ്ങിനും മറ്റൊന്ന് പവറും വോളിയം കൺട്രോളാണ്. ബാക്കിയെല്ലാം ടച്ചിലാണ്. പക്ഷേ ടച്ച് നമുക്ക് ഒരു എളുപ്പമുള്ളത് ഇവിടെ ഒരു ലൈനർ കൊടുത്തിട്ടുണ്ട്. ആ ലൈനർ കൊടുത്തുകൊണ്ട് അതിന് താഴെ മേലെയായിട്ടാണ് ഓരോ എലമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്നെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു ആപ്റ്റിക് ടച്ച് എന്നുള്ള ഫീലില്ല. ഇത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഫോൺ വയ്ക്കാനുള്ള. അതിൽ തന്നെ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്. USB-Cയും USB ചാർജറും 12 വോൾട്ടിൻ്റെ ചാർജറും ഉണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിലൊരു യോട്ട് ലൈക്ക് ഫിനിഷിലാണ് ഗിയർ സെലക്ടർ ഉള്ളത്. ഡ്രൈവർ സെലക്ഷൻ നോബുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബട്ടൺസ് എല്ലാം അറേഞ്ച് ചെയ്ത് നീറ്റായിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീറ്റ് കൂളിങ്ങിനുള്ള ഫ്രണ്ടിലുള്ള സീറ്റ് കൂളിങ്ങിനുള്ള 2 ബട്ടൺസ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. നല്ല കപ്പ് ഹോൾഡറാണ്. ഒന്ന് കുറച്ച് ഡീപ്പറാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലെല്ലാം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും. AC തട്ടിക്കൊണ്ട് തണുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെയും അത്യാവശ്യം ഡീസൻറ്റ് സ്പേസുള്ളൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇവിടെയും ഗ്ലോ ബോക്സ് അത്യാവശ്യം വലുതാണ്. ഇവിടെയും നമുക്ക് ഫോണെല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒറിജിനലായിട്ട് നിൽക്കുന്ന ഒരു എയർവെൻ ഡിസൈനാണ് മൊത്തത്തിൽ നമുക്ക് കാണാം. ക്രെറ്റയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എലമെൻറ്റാണ് ഇവിടെ ഒരു മാഗ്നറ്റ് വെക്കാനുള്ള. അതായത് നമ്മൾ സാധാരണ മാഗ്നറ്റ് ഫ്രിഡ്ജിൻ്റെ മേലെല്ലാം വെക്കുന്ന മാഗ്നറ്റോ അല്ലെങ്കിൽ നമ്മൾ ഡിയർവൻസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് മാഗ്നറ്റ് വെച്ച് ഒട്ടിക്കാനുള്ള ഒരു പ്ലേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് സംശയമാണ്. എനിക്ക് വലിയ അട്രാക്റ്റീവായി തോന്നുന്നൊരു എലമെൻ്റ് അല്ല. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് പോകുന്ന പരിപാടി ഉണ്ടാവാറില്ല. പിന്നെ ബോസിൻ്റെ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സൗണ്ട് ഉണ്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഹ്യുണ്ടായിൽ കാണുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് വീൽ വിച്ച് ഇസ് അഗെയിൻ ലൈക്ക് പ്രീമിയം ഫീൽ ഉണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇത്രയാണ് ഒരു ഡ്രൈവർ സൈഡിൽ നിൽക്കുമ്പോൾ. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡ്രൈവർ സീറ്റാണ്. അത് നമുക്ക് വേരിയസ് സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരുത്താൻ പറ്റും. ഈ ഒരു സീറ്റാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതും തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലുക്കിൽ. ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാതെ റിയർ പാസഞ്ചറിന് അഡ്ജസ്റ്റ്മെൻറ്റ് അതേപോലെ തന്നെ റിക്ലൈനേഷനും എല്ലാം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ ഒരു ആവശ്യമായിട്ടുള്ളൊരു എലമെൻ്റാണ്. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടിയുടെ ഓണേഴ്സ് റിയർ സീറ്റിലിരുന്ന് പോകുന്ന സമയത്ത് മാക്സിമം ലെഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്ക് ഇടും. അപ്പോൾ അത് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഡ്രൈവർക്ക് പൊസിഷൻ മാറി ഇങ്ങനെയൊന്നും വലിച്ചു മാറ്റേണ്ട കാര്യമില്ല. അപ്പം കൺട്രോൾ കാര്യം വിടുന്നെല്ലാം റിസ്ക് ഉണ്ട്. ഇവിടെ നമുക്ക് സൺ ഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ സൺറൂഫിൻ്റെ കൺട്രോൾസ് ഉള്ളത്. ഇവിടെ ഒരു കോമഡി എന്താ വെച്ചാൽ നമ്മൾ സൺറൂഫ് തുറന്ന് ഞാൻ വെച്ച് കുറച്ചൊരു പ്രയാസപ്പെട്ടു. കാരണം ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പം നമുക്ക് കാണാം
ഫുള്ള് ക്ലോസ് ആവും. തുറക്കുമ്പോഴാണ് ഇതിൻ്റെ ഫണ്ണുള്ളത്. തുറക്കുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ക്ലോസായി. തുറക്കുമ്പം സൺറൂഫിൻ്റെ ഏരിയ കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുമ്പം സൺറൂഫ് തുറക്കും. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പാനോറമിക് സൺറൂഫിൻ്റെ ഇത്രയും വന്നിട്ട് സൺറൂഫിൻ്റെ അവിടെ വെച്ചിട്ട് ക്ലോസ് ആവും. ഇപ്പോൾ അതായിട്ടുമില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫുള്ള് തുറന്നിട്ട് അടച്ച് കഴിയുമ്പം നേരത്തെ കണ്ടിട്ടുള്ളൊരു കാര്യം, സൺറൂഫിൻ്റെ അവിടെ വന്നിട്ട് ഇത് ക്ലോസ് ആവും. അപ്പോൾ ഈ ഒരു എലമെൻ്റാണ് ഒരു കൺഫ്യൂസിങ് ആയി നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഫുള്ള് പാനോറമിക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് തുറക്കും. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് ഇതിനെ ക്ലോസ് ചെയ്ത് വീണ്ടും തുറന്ന് ഇത്രയും പാടുപെട്ടിട്ടാണ് ഇത് ഫുള്ള് തുറന്ന് വെച്ചിട്ടുള്ളത്. കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് അഭിപ്രായം കമൻറ്റിൽ പറയാം. അൽക്കസാറിൻ്റെ റിയർ സീറ്റിൽ 2 കോമ്പിനേഷനുള്ളത്. ഒന്ന് 6 സീറ്റർ ആണെങ്കിൽ 2 സ്പ്ലിറ്റ് സീറ്റ്, ക്യാപ്റ്റൻ സീറ്റ് എന്ന് പറയുന്ന സീറ്റ് വരും. അതേപോലെ തന്നെ ബെഞ്ച് സീറ്റും വരുന്നുണ്ട്. ബെഞ്ച് സീറ്റിലാണെങ്കിൽ നമുക്ക് 7 പേർക്ക് ടോട്ടൽ ഇരിക്കാവുന്ന ഓപ്ഷനാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ലുക്കിൽ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ആ സീറ്റർ മോഡൽ കാണാം. ആ സീറ്റിൽ ഉണ്ടായിരുന്നതും ഈ സീറ്റിൽ ഇല്ലാത്തതായിട്ടുള്ള മെയിൻ കാര്യം ഹെഡ് റെസ്റ്റിൻ്റെ കുഷനാണ്. നല്ലൊരു പില്ലോ കുഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈന് നമ്മൾ കിടന്നാൽ ഉറങ്ങി പോകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തല പോവാതിരിക്കാനുള്ള രീതിയിലുള്ള, അപ്പോൾ ശരിക്കും നല്ലൊരു എലമെൻറ്റാണ്. പക്ഷേ കുഷൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. നമുക്ക് ആക്സസറിയിലോ മറ്റോ കിട്ടുന്നുണ്ടാവും. പിന്നെ സീറ്റ് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ഏറ്റവും പിന്നോട്ടുള്ള പൊസിഷനാണ്. ഇത്രയും മുന്നോട്ടൊക്കെ ആക്കിയാൽ ഇത്ര വരെ മുന്നോട്ടേക്ക് ഇരിക്കാം. അത്യാവശ്യം അതിൽ ഇരിക്കാൻ പറ്റും. കാരണം തേർഡ് റോൾ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആക്കി ഇരിക്കേണ്ടി വരും, കുട്ടികളാണെങ്കിലല്ല വലിയ ആൾക്കാരാണെങ്കിൽ. ഇപ്പോൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് റിക്ലൈനാണ്. ഇപ്പോൾ റിക്ലൈൻ ചെയ്യുമ്പം ഇത്രത്തോളം റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും റിക്ലൈൻ ചെയ്താൽ അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളി ഒന്ന് ഉറങ്ങിയിട്ടെല്ലാം പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഉറങ്ങുന്ന സമയത്ത് ഈ കുഷൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. കാരണം നമ്മളെല്ലാം ഒരുപാട് ടാക്സിയിൽ യാത്ര ചെയ്യുന്നതാണ്. കോഴിക്കോട് നിന്ന് കൊച്ചി വരെ പോയി രാവിലെ ഫ്ലൈറ്റിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ ഉറക്കം ശരിയാവാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നെക്ക് പില്ലോ ക്യാരി ചെയ്യണം. ആ നെക്ക് പില്ലോൻ്റെ ക്യാരി ചെയ്യേണ്ട കാര്യം ഇതിൽ വരുന്നില്ല, അത് സോർട്ടഡ് ആവും. പിന്നെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റിൽ ദോഷം ഞാൻ കണ്ടത് ഇങ്ങനെ താത്തി വയ്ക്കുമ്പോൾ ഈ ലെവലിലേ ഉള്ളൂ. പക്ഷെ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കൈ വല്ലാണ്ട് പൊങ്ങാത്ത രീതിയിൽ നമുക്ക് വെക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് ഹാൻഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്ത പോലെയുള്ള ഇപ്പോൾ നമ്മൾ ശരിക്കുള്ളൊരു സീറ്റിംഗ് പൊസിഷനിലാകുമ്പോൾ കുറച്ച് താന്നിട്ടാണ് നിൽക്കുന്നത്. പിന്നെ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. എനിക്ക് ഉള്ള ഹൈറ്റിനും സൈസിനും ഇത് ഇനഫാണ്. ഇതിനേക്കാളും ഹൈറ്റുള്ളവരാണെങ്കിൽ ഇതിൽ തന്നെ കാണിച്ചത് ഇത്രയും തൈ സപ്പോർട്ട് കൂട്ടാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ച പോലെ ഈ സീറ്റ് നമുക്ക് മാക്സിമം മുന്നോട്ട് വയ്ക്കൽ ഒരു നല്ലൊരു സ്പേസ്, നല്ല ടോളായിട്ടുള്ള ആൾക്കാരെല്ലാം കിട്ടും. പിന്നെ ടേബിൾ ഞാൻ മുമ്പ് കാണിച്ചാണ്. ഈ ഒരു ടേബിളുണ്ട്, ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, സ്മാർട്ടായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളും ഈ പറഞ്ഞ പോലെ ഒരു പൊസിഷനിങ് പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിൽക്കുന്നില്ല. ഇതാണ് നമുക്കൊരു ആപ്പ് പൊസിഷൻ. ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ആ ഫ്രണ്ടിലെ സീറ്റ് കുറച്ചുകൂടി റിക്ലൈൻ ചെയ്താലായിരിക്കും റൈറ്റ് പൊസിഷൻ ഉണ്ടാവുക. ഇങ്ങനെ 2 ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ പാനോറമിക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ നമുക്ക് അതിൻ്റെ യൂസ് ഒരു ഓപ്പൺ സ്കൈലെല്ലാം പോകുമ്പോൾ ശരിക്കും കിട്ടും. പ്രൈവസി കിട്ടാനുള്ള ബ്ലൈൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡോർ പാഡിലുള്ള വലിയൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ബാക്കിൽ സൗണ്ട് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ സോർട്ടഡ് ആണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന 7 സീറ്റർ ആകുമ്പം ഇവിടെ വന്നിരിക്കുന്ന സ്പേസിൽ കുട്ടികൾക്ക് ഏറ്റവും ഉത്തമം. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജർ വീണ്ടും വരുന്നുണ്ട്. 2 USB-C ചാർജറും ഉണ്ട്, AC വെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് റിയറിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ലോങ് ജേർണിയെല്ലാം പോകാനും അതിനുള്ള ചാർജിങ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. തേർഡ് റോ സീറ്റിലും അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ തേർഡ് റോയിൽ നിന്ന് നോക്കാം. ഈ ഒരു സെക്കൻഡ് റോയിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? 7 സീറ്റർ ആയിരിക്കുമോ അല്ലെങ്കിൽ 6 സീറ്റർ ആയിരിക്കും, ഇങ്ങനെ ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കുമോ എന്നുള്ളത് കമൻറ്റിലും പറയാം. നിങ്ങൾ ഫാമിലിയെല്ലാം കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് റോ സീറ്റ് ആയിരിക്കും. കാരണം ഇതൊന്നും കിട്ടാവുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് യൂസ് കിട്ടൽ സിംഗിൾ റോ സീറ്റിലായിരിക്കും. തേർഡ് റോ സീറ്റിലേക്ക് എൻട്രി കുറച്ച് ടൈറ്റാണ് ഇങ്ങനെ കയറുമ്പോൾ. കാരണം ഈ സീറ്റ് ഇത്ര വരെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൻറ്ററിലൂടെ വേണം കയറാൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കുറച്ച് ഹൈറ്റുള്ള ആളുകളെല്ലാം കയറുമ്പോഴുള്ള പ്രശ്നമുണ്ട്. ഓക്കെ, ഇപ്പോൾ കയറിക്കഴിഞ്ഞാൽ അവിടെ സീറ്റ് പിന്നോട്ടൊക്കെയുള്ള അവിടെ എനിക്കിരിക്കാനുള്ള സ്ഥലമില്ല. ഉണ്ടാവും ആയിരിക്കും ഇത്ര തന്നെ മുട്ട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഇറക്കിയൊന്ന് ഉത്തമം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയാൽ എനിക്ക് ഇത്രയും സ്പേസ് കിട്ടും. ഇതിനിപ്പോൾ ബാക്ക് സെക്കൻഡ് റോയിൽ ആൾ കുറച്ച് കംഫർട്ടബിൾ ഇരുന്നാലും ഇവിടെ ക്യാമറ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി
ഇവിടെ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് AC കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ AC വെൻറ്റ് വരുന്നുണ്ട്, USB-C ചാർജർ ഇവിടെയും വരുന്നുണ്ട്, കപ്പ് ഹോൾഡറും വരുന്നുണ്ട്, ചെറിയൊരു ഗ്ലാസ്സാണ് ഉള്ളത്. കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്, ചെറുപ്പത്തിൽ ഈ ഐറ്റിലെല്ലാകുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ കട്ടാവും, പക്ഷേ വലിയ ആളുകൾക്ക് വ്യൂ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഘട്ടത്തിൽ മാത്രം വലിയ ആൾക്കാർ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്താൽ മതി. ഇത് ആൽക്കസാറിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ കീ ആണ്. ഇത് നമുക്ക് 3 പേർക്ക് വരെ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ 7 ഡിവൈസിൽ കണക്ട് ചെയ്യാം. ഒരിക്കലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വാലറ്റിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ആപ്പിൾ ഫോണിലാകുമ്പോൾ വാലറ്റിലും ആൻഡ്രോയിഡിലും എങ്ങനെയാ വെച്ചാൽ അതിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആവും, നമുക്ക് ഓപ്പൺ ചെയ്ത് കയറി പോകാനോ എല്ലാം പറ്റും. അപ്പോൾ കീ ഫിസിക്കലി ഹാൻഡിൽ ചെയ്യണമെന്നില്ല, നമുക്ക് ഡിജിറ്റൽ കീയിൽ തന്നെ ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുതിയ ആൽക്കസാറിൽ വന്നിരിക്കുന്ന 2 എഞ്ചിൻ ഓപ്ഷനാണ്. നമ്മൾ ക്രെറ്റയിൽ കണ്ട 3 എണ്ണത്തിന് ഉള്ളതിൽ 2 എണ്ണമാണ് ഇതിലുള്ള. അത് രണ്ടും 1.5 ലിറ്റർ തന്നെയാണ്. അതിലൊന്ന് GDI ടർബോ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനും മറ്റേ CRDI ഡീസൽ എഞ്ചിനുമാണ്. രണ്ടും ടർബോഫൈഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് പെട്രോളിന് 160 PS-ഉം അതുപോലെ തന്നെ 253 Nm ടോർക്കുമാണ്. അപ്പോൾ ഡീസലിന് വരുന്ന 116 PS-ഉം അതുപോലെ തന്നെ 250 Nm ടോർക്കുമാണ്. 2 ടൈപ്പ് ഗിയർ ബോക്സ് 2 എഞ്ചിൻ ഓപ്ഷനിലും അവൈലബിൾ ആണ്. കോമൺ ആയി നിൽക്കുന്ന 6 സ്പീഡ് മാനുവലാണ്. ഡീസലിൽ വരുന്നിരിക്കുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഈ പെട്രോൾ വേർഷനാണ് നമ്മൾ ഓടിക്കുന്നത്. ഇതിൽ ഓടിക്കുന്നത് 7 സ്പീഡ് DCT ആണ്, ഡബിൾ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. എനിക്ക് ട്രൈ ചെയ്യേണ്ടിയിരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്, കാരണം അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും അധികം ബയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മോഡൽ അതാണ്. എന്തായാലും ഇന്ന് പറ്റുവാണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ ചാൻസ് കിട്ടി അത് ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്രോളിൻ്റെ എക്സ്പീരിയൻസ് ഇന്നിപ്പം നമുക്ക് നോക്കാം, ഡീസൽ പിന്നീട് നോക്കാം. ആൽക്കസാറിൻ്റെ ഡ്രൈവിലേക്ക് പോകുന്ന മുമ്പ് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞൊരു കാര്യം ക്ലിയറിഫൈ ചെയ്യാം. ഞാൻ വണ്ടികൾ ചെക്ക് ചെയ്തൊക്കെ എല്ലാം തന്നെ ഒറ്റ മോഡലുള്ള ഡ്രൈവിന് അതെല്ലാം തന്നെ 1.5 GDI 7 DCT ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ റിവ്യൂ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരിക്കും ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഡ്രൈവ് ട്രെയിനെ കുറിച്ച് പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന സസ്പെൻഷനാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ആക്ച്വലി ഒരു ലേക്ക് സൈഡിലുള്ള റോഡിലൂടെയാണ്. അത്ര ബെസ്റ്റ് റോഡ്സൊന്നുമല്ല, കുറച്ചൊരു പാച്ചി ആയിട്ടുള്ള റോഡാണ്. പക്ഷേ ആണോ ഈ ജമ്പ് ചെയ്തെല്ലാം പോകുന്നത് നമ്മൾ. പക്ഷേ സസ്പെൻഷൻ നല്ല റിഫൈൻഡാണ്, നല്ല രീതിയിൽ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് ആണോ ഇവിടെ നല്ല ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീൽ ലഭിക്കുന്നുണ്ട് ശരിക്കും. കാരണം സസ്പെൻഷൻ്റെ കേസിൽ ഹ്യുണ്ടായിൽ നമ്മളിപ്പോൾ റീസെൻ്റ് എല്ലാം കണ്ടിട്ടുള്ളതാണ്, കംഫർട്ട് പാർട്ട് സോർട്ടഡ് ആണ്, അവരുടെ കാലിബ്രേഷനും നല്ല രീതിയിലുള്ള. പിന്നെ നമ്മൾ സാധാരണ വിചാരിക്കും ക്രെറ്റയിലുള്ള അതേ സസ്പെൻഷൻ ആണെങ്കിൽ കൂടി വെയിറ്റ് കൂടുന്നതാണ്, എക്സ്ട്രാ ബോഡി സൈസ് വരുന്നതും അതുപോലെ ലെങ്ത് കൂടുന്നുണ്ടും അതിൻ്റെ കാലിബ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ആ കാലിബ്രേഷൻ നല്ല രീതിയിൽ ചെയ്തത് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടേണും കാര്യം എടുക്കുമ്പോൾ ആ ഡൈനാമിക് പാർട്ടാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സോർട്ടഡ് ആണ്. ഇത് രണ്ടും നമ്മൾ പെട്ടെന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഏതൊരു ഹൈവേയിലോ മറ്റെല്ലാം പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എലമെൻറ്റ്സ് ഇതാണ്. ഇപ്പോൾ നമ്മൾ റോഡിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഞാൻ ഇതിലിപ്പം ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ സിറ്റിയുടെ ചുറ്റുള്ള ഒരു ലേക്കിൻ്റെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഹൈവേ പോയി മോശമായ റോഡ് പോയി ഈ സമയത്തെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ BP എന്നെല്ലാം ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ വലിയ റോഡ്സെല്ലാം വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മുന്നേ ഉപയോഗിക്കുമ്പം നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പം ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പം സസ്പെൻഷൻ്റെ കേസിൽ ശരിക്കും സോർട്ടഡ് ആണ്. ഇപ്പോൾ ടേണെല്ലാം അത്യാവശ്യം ഞാൻ ഒരു 60 സ്പീഡിലെല്ലാം എടുത്തിട്ടും ശരിക്കും വളരെ ഒരു സ്റ്റേബിൾ ഫീലുള്ളത്. അത്യാവശ്യം അഡാസ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത് ഒരു കോൺക്രീറ്റ് പാച്ചാണ്. നമ്മൾ ഗോപ്രോയിൽ കൂടെ എല്ലാം വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ജമ്പ് ചെയ്ത് ഇതെല്ലാം പോകുമ്പോഴും നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റ് സസ്പെൻഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ള സ്റ്റിയറിംഗ് ആണെങ്കിലും വളരെ ലൈറ്റ് അല്ല, പക്ഷേ നമുക്ക് ലൈറ്റ് ആവേണ്ട ഘട്ടത്തിൽ ലൈറ്റാണ്, എന്നാൽ നമുക്ക് ഇപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കൺട്രോൾ കൂടെ അഡീഷണൽ ഉള്ളത് ലൈൻ കീപ്പിംഗ് അസിസ്റ്റിനുള്ള സംഭവമാണ്. കഴുതകൾ നിങ്ങളല്ല കേട്ടോ, റോട്ടിൽ കഴുതകൾ ഓടി വരുന്നുണ്ട്. സാധാരണ കഴുതകൾ അങ്ങനെ ഓടും നമ്മൾ കാണാറില്ലല്ലേ, വളരെ റയറാണ്. എനിവേ സ്റ്റിയറിങ്ങും വളരെ സോർട്ടഡ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നിർത്തിയിട്ടിട്ട് എടുക്കുമ്പം നമ്മൾ ടൈറ്റ് ടേണിൽ എടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ടേൺ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ സ്പീഡിൽ എടുക്കുമ്പോഴുള്ള സമയത്ത് കുറച്ചൊരു ഹാർഡ് ഫീലുണ്ട്. ഈ ഹാർഡ്നെസ് ശരിക്കും നല്ല പോസിറ്റീവ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോളിന് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഡാസിൻ്റെ ഒരു സപ്പോർട്ടും നമുക്ക് ഓണാക്കി വെച്ചാൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത്
ശരിക്കും നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളത് ലെയിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൈ വിട്ട് കഴിയുമ്പം ഫുള്ളി കൺട്രോൾ, പ്രത്യേകിച്ച് നല്ല ടേണിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞാൻ അത്ര എംഫസിസ് ചെയ്യുന്നില്ല, കാരണം കൈ വിട്ട് നിങ്ങൾ ഓടിക്കരുത്. അതൊരു ഫീച്ചർ മാത്രം, സപ്പോർട്ടിങ് ഫീച്ചർ മാത്രമായിട്ട് അഡാസിനെ കണ്ടാൽ മതി. 100% ട്രസ്റ്റും ചെയ്യണ്ട. കാരണം നമ്മളെ റോഡിൽ ഉള്ള മാർക്കിങ്ങും ഇതിൻ്റെ എല്ലാം ഡ്രോബാക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു അതന്നെ ഞാൻ പറയാൻ പോകുന്ന സംഗതി ലൈവായിട്ട് നടന്നു. എൻ്റെ ലൈനിൽ കയറിയിട്ടാണ് ഇപ്പോൾ ആ ബ്രസ ഓവർടേക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ഇങ്ങനത്തെ സംഗതികളുണ്ടാകുമ്പം ഈ ഫീച്ചറിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഫീച്ചർ ഇസ് സിസ്റ്റമാറ്റിക്കലി ഒരു കൺട്രോൾ ചെയ്തിട്ട് വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. അത് അതിൻ്റെ പ്രോഗ്രാമിങ് ചെയ്ത പോലെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡാസ് എല്ലാം സപ്പോർട്ടീവ് എലമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. അതേപോലെ തന്നെ ഇതിൽ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻറ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിങ്, അതുപോലെ തന്നെ നമ്മൾ ഹൈവേയിൽ പോകുമ്പം ബ്രേക്കിംഗ് സിസ്റ്റം, ഇതെല്ലാം നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. എഡാസിൽ ലെവൽ 2 ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് എല്ലാം ഉണ്ട്. ഇപ്പോൾ റിവേഴ്സ് വാർണിങ്, റിവേഴ്സ് ചെയ്യുമ്പോൾ വേറെ വണ്ടി ബ്രേക്കിംഗ്, ഇതെല്ലാം നമ്മൾ കണ്ടതുമാണ്. ചില സമയത്ത് ഇത് അനോയിങ് ആണ്. കാരണം ഇതിൽ എത്ര ആയാലും ഓഫാക്കിയാലും ഓഫാകാത്തൊരു കാര്യമാണ് ചിൽഡ്രൻ ക്രോസിങ് ആയിട്ട്. കാരണം ഒരു മാർക്കിംഗ് എവിടെയും കണ്ടാൽ അപ്പോൾ അത് പറയും. അവിടെ ചിലപ്പോൾ ഒരു കുട്ടികൾ പോലും ഉണ്ടാവില്ല. അപ്പം ചില സമയത്ത് അനോയിങ് ആണ്. വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ റിയറിൽ ഇരുന്ന് ട്രാവൽ ചെയ്തിരുന്നു. അതുകൂടെ ഞാൻ പറയാം. റിയറിൽ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്തും അത്യാവശ്യം കംഫർട്ട് ഫീൽ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇപ്പം ഹൈവേയിലും അതുപോലെ തന്നെ സിറ്റി റോഡ്സിലും റിയറിലിരുന്നു സമയത്തും നമ്മളെ കംഫർട്ട് എലമെൻറ്റ് സോർട്ടഡ്. പിന്നെ പവർ ട്രെയിൻ നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള പവർ ട്രെയിനാണ്. ഈ 1.5 GDI എന്ന് അറിയുന്ന പവർ ട്രെയിനാണ് നമുക്ക്. അതിൽ കൂടെയുള്ള 7 സ്പീഡ് DCT ആണെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അതിലുണ്ടായിരുന്ന ഒരു ജർക്ക് എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്നെല്ലാം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജർക്ക് എലമെൻറ്റ്, അത് DCTയിലൊരു പാർട്ടായി നിൽക്കുകയാണ് ഇപ്പം. പക്ഷെ കുറച്ചുകൂടെ ഇതിലത് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത ഫീൽ തോന്നിയില്ല. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു കുത്തുന്ന രീതിയിലുള്ള ജർക്ക് ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഒരു കണ്ടർവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടി ട്രാൻസ്മിഷൻ ബെറ്റർ ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലും അവരുടെ കാലിബ്രേഷൻസും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് എല്ലാം ചിലപ്പം എനിക്ക് തോന്നുന്നു ഇവർ ഗിയർ ബോക്സിൻ്റെ പ്രോഗ്രാമിങ്ങോ എല്ലാം ചേഞ്ച് ചെയ്തപ്പോൾ ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം എന്നേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ച് ക്ഷീണം തന്നെയായിരിക്കും DCT ആകുമ്പോൾ. നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്രെറ്റയാണെങ്കിലും DCT നോർമൽ സിറ്റി ഡ്രൈവിൽ മൈലേജ് കുറവാണ്. 9, 10 മാക്സിമം 11 കിട്ടുന്നുള്ളൂ. ഹൈവേയിലാണെങ്കിൽ ഒരു 13, 14, 15 കിട്ടിയാലായി. അപ്പോൾ നമ്മളെ നാട്ടിലെ കണ്ടീഷനിൽ അപ്പോൾ ആ ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. ഇപ്പോൾ 9.9 എക്സാക്ട്ലി ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു എലമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ക്രെറ്റയിൽ നമ്മൾ ലോങ് ടേമർ ഉപയോഗിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ 10 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഡീസലായിരിക്കും മൈലേജ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. എന്തായാലും ഡീസലിലുള്ളത് നമുക്ക് ആക്ച്വലി ഈ ചിൽഡ്രൻ ക്രോസിംഗ് ആയിട്ടെന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഹമ്പിൻ്റെ സൈനാണുള്ളത്. ആ ട്രയാങ്കിൾ കാണുമ്പോൾ തന്നെ ഇത് പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനോയിങ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡീസലിൽ എനിക്ക് ബെറ്റർ മൈലേജ് ഈ ഒരു എൻജിൻ ശ്രേണിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായിലാണെങ്കിലും അതിൻ്റെ തന്നെ സിസ്റ്റർ ബ്രാൻഡൊക്കെ സെൽത്തോസും അല്ലെങ്കിൽ സോണറ്റിലെല്ലാം കിയയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡീസലായിരിക്കും നമ്മുടെ ഒരു മൈലേജിന് അല്ലെങ്കിൽ കൂടുതൽ ഓട്ടമുള്ള ആളുകൾക്ക് എനിക്ക് ബെറ്ററായി തോന്നുന്ന ഓപ്ഷൻ. കൂടുതൽ സിറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. കാരണം ഇത് നമുക്ക് പെട്രോളായിട്ടുള്ള ഓപ്ഷനേ ഉള്ളൂ. എനിവേ ആൽക്കസാർ നമുക്ക് അറിയാത്തൊരു വണ്ടിയല്ല. ആൻഡ് ഇതൊരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഒരു ഡിഫറൻസ് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. കാരണം MPV സ്റ്റൈലല്ല, ഒരു SUV സ്റ്റൈലാണ്. ഫീച്ചേഴ്സ് വൈസ് ഗുഡ് ആണ്. ഇപ്പോൾ അത് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഇമ്പ്രൂവൈസേഷൻ എല്ലാം തന്നെ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ആൽക്കസാർ എഗെയിൻ ലൈക്ക് ഈ ഒരു മാർക്കറ്റിൽ അത്യാവശ്യം പ്ലേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള പോലെയുള്ള മെയിൻ കോമ്പറ്റീഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരൻസ് ആണ്. കാരൻസ് ഹ്യുണ്ടായിൻ്റെ സിസ്റ്റർ ബ്രാൻഡായി കിയേണ്ടത് തന്നെയുള്ളത്. പക്ഷേ കാരൻസിനുള്ള കുറച്ചൊരു അക്സെപ്റ്റൻസ് ലെവൽ എനിക്ക് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി ഈ ഒരു ചേഞ്ചിലൂടെ മാറുമെന്നുള്ളത് മാർക്കറ്റിൽ തന്നെ കാണാം. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? ഈ ചേഞ്ചിലൂടെ മാറ്റങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുണ്ടോ? നിങ്ങൾ ഈ ഒരു ആൽക്കസാർ ആയിരിക്കുമോ അതോ കാരൻസ് ആയിരിക്കുമോ ഓപ്റ്റ് ചെയ്യാന്നുള്ളത് കമൻറ്റിൽ പറയാം. നമ്മൾ ഈ ഒരു റിവ്യൂടെ ഇപ്പോൾ എൻഡ് ചെയ്യാണ്. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ മാർക്കായിരിക്കുക. അടുത്തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെൽ.